പരിസ്ഥിതി ആത്മീയതയുടെ പുത്തൻ പാഠങ്ങളിലേക്ക് എല്ലാവർക്കും നന്മ നിറഞ്ഞ സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴെന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. ഈ മണ്ണുമായി നമുക്കുള്ള ആത്മബന്ധം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ തുടക്കവും ഒടുക്കവും ഈ മണ്ണിൽ തന്നെയാണ്. എന്നിട്ടും ഈ മണ്ണിനു വേണ്ടി നാം യുദ്ധങ്ങൾ ചെയ്തു, സഹോദരനെ കൊല ചെയ്തു. എന്തിനു വേണ്ടി? വാളെടുത്ത് വെട്ടുക എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ ഇടപെടൽ വരുമ്പോഴാണ് വാളില്ല അവിടെ. പിന്നെ അവിടെ ഉൽപാദനപരമായിട്ടുള്ള മണ്ണിൻ്റെ മൂല്യമാണ് പ്രവാചകൻ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ചെയ്യാനുള്ള കഴിവും ഈശ്വരനുണ്ട്. ദേവാലയം പോലെ പരിശുദ്ധമായ ഈ ശരീരം നാം എത്ര നിസ്സാരമായിട്ടാണ് മലിനപ്പെടുത്തുന്നത്. ദൈവം എങ്ങനെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആ ഒരു ക്രമം പാലിച്ചുകൊണ്ട് ഇതിൽ ജീവിക്കുക എന്നുള്ളത്. മണ്ണിൻ്റെ ഗന്ധമുള്ള മനുഷ്യൻ മണ്ണിൽ പൊന്നു വിളയിച്ചു. കാരണം മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുക എന്ന് അവനോട് കൽപ്പിച്ചത് ദൈവം തന്നെയാകുന്നു. നമുക്കന്നമായി സ്വയം മാറിയ ഈ മണ്ണിനെ നാം ഒടുവിൽ വിഷം കുടിപ്പിച്ചു. എന്തു ക്രൂരത! യേശു ദുഃഖിതനാകുന്ന നിമിഷങ്ങളിൽ, ഉദാഹരണമായിട്ട് യേശുവിൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം നമ്മൾ വായിക്കുന്നത് പെസഹയുടെ ആഘോഷം അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം ഒരു സ്തോത്രഗീതം ആലപിച്ചിട്ട് അവർ ഒലിവുമലയിലേക്ക് പോകും, പ്രകൃതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. ഈ കുർബാന ഈ മതിലുകൾക്ക് അകത്തുനിന്ന് പുറത്തേക്ക് പ്രകൃതിയിലേക്ക് അങ്ങോട്ട് സംക്രമിക്കുന്ന ഒരു അനുഭവമുണ്ട് ആ സ്തോത്രഗാനം. അതിൻ്റെ അവസാനം ഇവൻ വേദനിക്കുന്ന നിമിഷങ്ങളിൽ ഭൂമിയിലാണ് യേശു അഭയം തേടി കവിഴ്ന്ന് വീഴുന്നത്. ഗെത്സമേനയുടെ ഭൂമിക എന്ന് പറയുന്നത് ഈ മനുഷ്യപുത്രൻ്റെ വിയർപ്പ് കണങ്ങളെയും രക്തക്കണങ്ങളെയും ഏറ്റുവാങ്ങി ആശ്വസിപ്പിക്കുന്ന ഒരു അമ്മയുടെ സാന്നിധ്യമായിട്ട് നമുക്ക് തോന്നിപ്പോകും. ഊട്ടുമാളികയെന്നാണ് പിന്നീട് ഈ തുറന്ന ഭൂമിയിലേക്ക് മണ്ണിലേക്ക് മാറുന്നത്. അതാണ് ആ ഒരു മറ്റേതെന്ന് പറഞ്ഞാൽ ഊട്ടുമാളികയിൽ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു, എന്നിട്ട് അവൻ പോവുകയാണ്. അത് ഈ അൾത്താര ഭൂമിയായിട്ടങ്ങ് മാറുകയാണ്. യേശുവിന്റെ ബലി അവിടെ അർപ്പിക്കപ്പെടുന്നു, മണ്ണ് സമർപ്പണ വേദിയായിട്ട് മാറുകയാണ്. അപ്പോൾ അത്രയും ഒരു സാങ്ച്വറി പോലെ ഒരു സാങ്ക്ടിറ്റി അവിടെ നമ്മൾ കാണുകയാണ്. അതുപോലെ യോഹന്നാൻ
യേശുവിൻ്റെ കസിനാണ്, യേശുവിൻ്റെ മുന്നോടിയാണ്. യേശു സ്നാപക യോഹന്നാൻ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴും യേശു വിജനതയിലേക്ക് മലമുകളിലേക്ക് പിൻവാങ്ങുകയാണ്. ഒരു ദേവാലയത്തിലേക്ക് ഓടിപ്പോയി പ്രാർത്ഥിക്കുന്നു, അത് സാധ്യമാണ്, തീർച്ചയായിട്ടും അത്. പക്ഷേ ഭൂമിയെ മുഴുവൻ ദേവാലയമായി കണ്ടുകൊണ്ട് അവിടെ ആ അർപ്പണം. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ പറ്റുന്നുണ്ടോ ഈ ഭൂമിയെ ഒരു ദേവാലയമായി കാണാൻ? പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു യേശുവിൻ്റെ ആത്മീയതയിൽ നിന്ന് പണ്ടെങ്കിലും നമ്മൾ അടർത്തി മാറ്റപ്പെട്ടു പോയി. കൃത്രിമത്വത്തിൻ്റെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ മാർപ്പാപ്പായുടെ ചാക്രിക ലേഖനം ഇതിനെയൊക്കെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ ആഹ്വാനമായിട്ട് തന്നെ നമ്മൾ കാണണം എന്നുള്ളതാണ്. ചില ധ്യാനങ്ങൾ ഒരു സെമിനാരി പരിശീലന കാലഘട്ടങ്ങളിലൊക്കെ ഈ പള്ളിക്കുള്ളിലുള്ള ധ്യാനത്തിൻ്റെ അതേ പവിത്രതയോടുകൂടി മണ്ണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ധ്യാനങ്ങളിൽ അങ്ങനെ വരാൻ പറ്റുമോ? തീർച്ചയായിട്ടും അങ്ങനെ വരുന്നുണ്ട്, എവിടെ വരുന്നുണ്ട്. ഉദാഹരണം, ഞങ്ങൾക്കിവിടെ അശോകപുരത്ത് ഒരു നോവിഷ്യറ്റ് ഹൗസ് ഉണ്ട്. ഞങ്ങളുടെയൊക്കെ നോവിഷ്യറ്റിൻ്റെ പണ്ട് മുതൽ, ഇപ്പോഴല്ല, ഞാനൊക്കെ നോവിഷ്യറ്റ് നടത്തിയ കാലം മുതൽ അവിടെ ഞങ്ങൾക്ക് ബോസ് കോച്ചനുണ്ട്. അദ്ദേഹം ധ്യാനത്തിന് സമയമാകുമ്പോൾ ഞങ്ങളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകും. അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കും, ധ്യാനിപ്പിക്കും. ആദ്യമൊക്കെ കൊതുക് അടിക്കുന്നൊക്കെ തോന്നും, പിന്നീട് ഇതുമായിട്ട് ലയിച്ച് ചേരാൻ സാധിക്കും. അദ്ദേഹം വൈകുന്നേരം പോയി തൂമ്പാപ്പണി ചെയ്യും. അദ്ദേഹം പണി ചെയ്യുന്നില്ല, ഭൂമി പൂജ ചെയ്യാൻ പോകുന്ന അദ്ദേഹം പറയും. ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുക. ഭൂമി പൂജ ചെയ്യാൻ പോകുന്ന, കൃഷി ചെയ്യുന്നതും ചെടി നടുന്നതൊക്കെ ഭൂമി പൂജ എന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഇങ്ങനെയുള്ള ധ്യാനങ്ങളിലും ചിട്ടകളും ഞങ്ങളെ പരിശീലിപ്പിച്ച ഒരു ഗുരുവാണ് ഞങ്ങളുടെ ബോസ് കോച്ചൻ. അപ്പോൾ ഇത് ഇപ്പോഴല്ല തുടങ്ങിയത്. ഞാൻ 10-25 വർഷം മുൻപ് ഈ ഒരു ചിട്ട പരിശീലിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ലോകത്തിനുള്ള ഒരു വലിയ സന്ദേശമാണെന്നുള്ളതാണ്. അപ്പം മണ്ണുമായിട്ടുണ്ടായിരിക്കുന്ന ഒരു ബന്ധം എന്തായിരിക്കണം എന്നുള്ളത് അവർ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുക. നമ്മുടെ ആരാധനയിൽ ഈ ഒരു മനോഭാവം വരണം. കാരണം നമ്മളിപ്പോൾ എപ്പോഴും ഭൗമദിനമാണ്, പള്ളി ഇന്ന് ഭൗമദിനമായിട്ട് ആചരിക്കാൻ പറയും, പോയി ഒരു മരം വെക്കുക മാത്രമേ. ശരി, അതൊരു വളരെ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രതീകം മാത്രം, ഏറ്റവും ഒന്നാമത്തെ പടി നിൽക്കുന്ന ഒരു പ്രതീകമാണല്ലോ. ഇപ്പം അച്ഛൻ പറഞ്ഞതുപോലെയുള്ള ഒരു ഭൂമിയോടുള്ള സമീപനം എന്ന് പറയുന്ന ഒരു സമഗ്രമാണ്. അപ്പം നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ അത്തരത്തിൽ ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ ഭൂമിയുടെ ഭാഗമാണ് ഞാനും എൻ്റെ ശരീരവും എൻ്റെ ജീവിതവും എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ വളരുന്ന രീതിയിൽ നമ്മളുടെ വിശ്വാസത്തെ വായിക്കാനും മനസ്സിലാക്കാനും പ്രാർത്ഥനകളെ നമ്മൾ അങ്ങനെ, എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്ന ഇത്തരം ഒരു തുറവിയിലേക്ക് ഞാൻ എന്നെ ചേർത്ത് വയ്ക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഈ കരവേലയുടെ ഭാഗമാണ് ഞാനും. അല്ലാതെ വാസ്തവം ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. ഉദാഹരണം, ഞങ്ങൾ കാനന നമസ്കാരത്തിലൊരു ഭാഗം വരുമ്പം സസ്യങ്ങൾ വളർത്താതെ ഉലകിൽ മഴ മാറിയിടില്ലെന്നതുപോലെ മിശിഹ ഉയർപ്പിക്കാതൊരുവൻ പാതാളെ ശേഷിക്കില്ല. നരകത്തിൽ പോലും കടന്നു ചെന്ന് എല്ലാവരെയും ഉയർപ്പിക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറയുമ്പം ഈ മഴ പെയ്ത് ഭൂമിയിൽ, അത് മഴ പെയ്യുന്നതിനൊരു ലക്ഷ്യമുണ്ട്. ഈ ഭൂമിയെ ഉർവരമാക്കുക, അതിൽ നിന്ന് സസ്യങ്ങൾ മുളയ്ക്കുക. അപ്പം മഴ മാറുകയല്ല ഇത് മുളപ്പിക്കാതെ എന്ന് പറയുന്ന പോലെ ആത്മബന്ധം, അതുമായിട്ടാണ് പിതാക്കന്മാർ പോലും ഈ ഭൂമിയും അതിൻ്റെ എലമെൻസും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ ആത്മബന്ധം പോലാണ് ഞാനും എൻ്റെ കർത്താവ് എന്നുള്ള. അപ്പം പ്രകൃതിയിലേക്ക് ക്ഷണിക്കാൻ, പ്രകൃതിയിലേക്ക് നോക്കാൻ വീണ്ടും ഈ പ്രാർത്ഥനകൾ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഇത് പള്ളിക്കുള്ളിൽ നിന്ന് ചൊല്ലി തീർക്കുകയും ഇതിൻ്റെ പിന്നിലുള്ള ധ്യാനാത്മകമായ തലങ്ങളിലേക്ക് പോവുകയും ഭൂമിയെ പിന്നീട് ആ പവിത്രമായ കണ്ണുകളോടുകൂടി ദർശനത്തോടുകൂടി കാണാൻ നമ്മൾ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് അച്ഛനിപ്പോൾ പറഞ്ഞ ഈ കാര്യം ധ്യാനാത്മകമായി ഭൂമിയെ കാണുക എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വലിയൊരു വാക്കാണത്. ശരിക്കും ഈ ധ്യാനാത്മകമായി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അമിതമായി ഭൂമി ഇല്ലാത്തവർ വർദ്ധിക്കുമ്പം ഇത് മുഴുവൻ നമ്മളുടെ ശരിക്കും കസ്റ്റഡിയിലാക്കി വെക്കത്തില്ല. നമ്മൾ ഇതിനെ ഏറ്റവും ലാഭം കിട്ടുന്ന രീതിയിൽ ഭൂമിയെ മറിച്ച് തുണ്ടും തുണ്ടാക്കി കളയാൻ ശ്രമിക്കില്ല. ഈ മാർപ്പാപ്പായുടെ ചാക്രിക ലേഖനത്തിൻ്റെ പ്രസക്തി അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത്, ഒരു ഉണർത്തുഗീതം പോലെ നമ്മൾ ഉറങ്ങുകയാണ്. അപ്പോൾ അതിന് ഉണർത്തുഗീതം പോലെ ഒരു ഉണർത്തുപാട്ടായിട്ട് മാർപ്പാപ്പായുടെ ഈ ചാക്രിക ലേഖനത്തെ കാണാനുള്ള ഒരു ധാർമ്മികമായ ബാധ്യത നമ്മൾക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഈ ഒരു മണ്ണ് എന്ന് പറയുന്നത് ഇത്രമാത്രം ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു വലിയ കലവറയാണ് ഇതെന്നുള്ള ഒരു തിരിച്ചറിവ്. ആ ഒരു തിരിച്ചറിവോടുകൂടിയാണ് നമ്മൾ മണ്ണിനെ സംരക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ്. മണ്ണിൻ്റെ ആ ഒരു തനിമ നഷ്ടപ്പെടാതെ അതിനെ ഊഷരമാകാതെ സൂക്ഷിച്ചിരുന്നു ഒരു കാലത്ത് എന്നുള്ളതാണ്. നമ്മുടെ മുഴുവൻ ഭൗമമണ്ഡലത്തെയും നമ്മൾ പരിഗണിച്ച് നോക്കിയാൽ മണ്ണിൻ്റെ ആ ഒരു മേഖല എന്ന് പറയുന്നത് വളരെ പരിമിതമാണെന്നുള്ളതാണ്. വെള്ളത്തിൻ്റെ സാന്നിധ്യം കഴിഞ്ഞാൽ, മഞ്ഞിൻ്റെ സാന്നിധ്യം കഴിഞ്ഞാൽ, മരുഭൂമിയുടെ സാന്നിധ്യം കഴിഞ്ഞാൽ, ചതുപ്പുകളുടെയും ഒക്കെ സാന്നിധ്യം കഴിഞ്ഞാൽ നമുക്ക് ഈ ഫെർട്ടിലിറ്റിയുള്ള ഈ ഒരു മണ്ണെന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പം അതിനെ നമുക്ക് വിവേകബോധത്തോടു കൂടി, വീണ്ടും ഞാൻ ആവർത്തിച്ച് വരുന്നതാണ്, വിവേകബോധത്തോടു കൂടിയുള്ള ആ ഒരു ഉപയോഗം,
അപ്പോൾ ആ ഒരു സമീപനത്തിൽ നിന്ന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ദുരമൂത്ത മനസ്സുമായിട്ട് സമീപിക്കുന്നതിൻ്റെ ഫലമായിട്ട്, പ്രത്യേകിച്ച് പിന്നീട് ഈ ഒരു നഗരവൽക്കരണം, ഈ നഗരങ്ങൾ, കോൺക്രീറ്റ് സൗധങ്ങൾ ഏറെ പെരുകുന്നു. അപ്പോൾ മനുഷ്യൻ്റെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കൃഷിഭൂമിയാണ് വാസ്തവത്തിൽ നമ്മൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. അവശേഷിക്കുന്ന കൃഷിഭൂമിയെ നമ്മൾ അതിൻ്റെ ആ ഒരു ഫെർട്ടിലിറ്റിയെ ഇല്ലാതാക്കത്തക്ക രീതിയിലുള്ള ഒരു സമീപനത്തോടു കൂടി നമ്മൾ നോക്കുന്നത്. അവിടെ നമ്മുടെ ഈ ഒരു ചാക്രിക ലേഖനത്തിൻ്റെ ആ ഒരു പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ സൂക്ഷിപ്പുകാർ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ അതിനെ നക്ഷത്രങ്ങളെ ധരിച്ച സ്ത്രീ എന്ന് പറയുന്ന ഭൂമി തന്നെയാണെന്നുള്ളത്. അതെ, അത് നമ്മളൊരു വേറൊരു എന്താണ് പള്ളിക്കകത്ത് വെച്ച് ആരാധിക്കേണ്ട ഒരു കാര്യം മാത്രമല്ല. ഈ നക്ഷത്രങ്ങൾ, ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സമുദ്രങ്ങളെയും ഒക്കെ ധരിച്ചിരിക്കുന്ന ഈ ഒരു സ്ത്രീ ശരീരത്തിനോട് സാമ്യപ്പെടുത്താവുന്ന ഈ ഭൂമിയോട് മനുഷ്യൻ എപ്പോഴും എൻ്റെ അമ്മയോട് ഉള്ളതുപോലെ, അമ്മ എത്രമാത്രം ജൈവിക ബന്ധമാണ് അത്രമാത്രം ജൈവിക ബന്ധമുണ്ട്. അതിനകത്ത് എല്ലാ ഇനത്തിൽപ്പെട്ടവർക്കും പ്രാധാന്യമുണ്ട്. അല്ലാതെ ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പം മണ്ണിൽ കൂടെ വളരെ വേഗതയിൽ പോകുന്ന പുഴുവിനെ ഇത് ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചവിട്ടുന്ന സാധനം. അപ്പോൾ ആ വല്യമ്മച്ച എപ്പോഴും പറയായിരുന്നു, അത് ദൈവത്തിന് എണ്ണയും കൊണ്ട് പോവാന്ന് പറയും. അപ്പോൾ ശരിക്കും നമുക്കന്ന് അതറിയില്ല, ദൈവത്തിന് ഈ ഒരു പുഴു കൊണ്ട് എണ്ണ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും. പക്ഷെ നമ്മളുടെ ഒരു സംസ്കാരത്തിൽ ഇങ്ങനെ ഈ കൊച്ചു കൊച്ചു ജീവികൾക്ക് പോലും ഈ ഭൂമിയിലൊരു അതിൻ്റേതായിട്ടുള്ള ഒരു അന്തസ്സുണ്ടെന്നുള്ള ചില പാഠങ്ങളുണ്ടായിരുന്നു. അതുപോലെ അതാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളതിനെ ഉപദ്രവിക്കരുത്, കയറി ചവിട്ടരുത്. അത് വളരെ വേഗം എല്ലാവരുടെയും യാത്ര ദൈവത്തിലേക്കാണ് എന്നുള്ള ആ ഒരു സൂചനയുണ്ട്. ഒരു പുഴുവാണെങ്കിൽ പോലും അത് ചരിക്കുന്നത് ആത്യന്തികമായി ഇതിൻ്റെ ആ ഒരു അന്തിമ ലക്ഷ്യത്തിലേക്ക്, പൂർണ്ണത എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു സഞ്ചാരപഥത്തിലാണെന്നുള്ള ഒരു സന്ദേശവും അമ്മ അതൊരു പക്ഷേ ഉൾക്കൊള്ളുന്നില്ലായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ അതിനെ കൊല്ലരുത്, അതും ദൈവത്തിൻ്റെ തന്നെയാണ്, ആളാണ് എന്നൊക്കെ അറിയാതെയാണല്ലോ ഇത് മുഴുവൻ നമുക്ക് അന്ന് പറഞ്ഞു തരുന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഒരു വളരെ ജീവനോടുള്ള ഒരു കരുതൽ ഉണ്ടാകാൻ അതൊക്കെ സാധിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഭൂമിന്ന് മണ്ണെന്ന് പറയുന്നത് ശരിക്കും ജീവൻ്റെ ഭൂമിയാണ്, ജീവൻ്റെ ഇരിപ്പിടമാണ്, ജീവൻ ഉണ്ടായി വരുന്നതാണ്. ആ ഒരു മണ്ണിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബന്ധങ്ങളിലും ഉണ്ട്. കാരണം നമ്മളുടെ മനസ്സിനകത്തൊരു ഉർവരതയുണ്ടെങ്കിൽ മറ്റു മനുഷ്യരെ സ്വീകരിക്കാനോ മറ്റു മനുഷ്യരുടെ വേദനകളെ സ്വീകരിക്കാനോ നമ്മളിൽ തന്നെ സർഗാത്മകമായിട്ട് പുതിയ മനുഷ്യ നന്മയിലേക്ക് നമ്മൾ പ്രവേശിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. കാരണം മണ്ണൊരുക്കുന്ന ഈ ആവാസ വ്യവസ്ഥിതി, ആ വാക്ക് എപ്പോഴും നമ്മൾ പറയാറുള്ളവരാണല്ലോ. ഈ ആവാസ വ്യവസ്ഥിതി തന്നെ വാസ്തവത്തിൽ ഈ സഹിഷ്ണുതയുടെ ഒരു പ്രതീകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എല്ലാവർക്കും ഇടമുണ്ട്, ചെറിയ പുല്ലിനും വലിയ മരങ്ങൾക്കും പുഴുവിനും എല്ലാത്തരം അണുജീവികൾക്കും കാണാൻ പാടില്ലാത്ത എല്ലാവർക്കും ഇടമുള്ള വിരിവാർന്ന ഭൂമിയിൽ പുല്ലിനും പുഴുവിനും പഴുതുള്ള ഭൂമിയിൽ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് വിരൽ നീണ്ടു നിന്നൊക്കെയാണ് പറയുന്നത്. ഈ മണ്ണ് വാസ്തവത്തിൽ ഈ ഒരു വലിയ ഔഷധത്തിൻ്റെ ഒരു കലവറയാണ്. ഈ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഔഷധത്തെ തരുന്നതിൽ ചെടികളും മരങ്ങളും പുല്ലുകളും ഒക്കെ നിർണായകമായ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിലും അവയെ അവിടെ നിലനിർത്തുന്നതും വളർത്തുന്നതും അതിൽ ആ ഒരു ഔഷധ മൂല്യത്തെ ഉണ്ടാക്കി കൊടുക്കുന്നതല്ല ഈ മണ്ണാണ്. അല്ലെ, മണ്ണ് തന്നെ ഔഷധമായിട്ട് ഈ ബൈബിളിലെ ഈ മണ്ണ് കൊണ്ട് മെനയുക എന്ന് പറയുന്ന പലതവണയും വരുന്നുണ്ടല്ലോ. കുശവൻ മെനയുന്നത് പോലെ ദൈവം യഹോവ മെനയുന്നതിനെ കുറിച്ച് ലേഖനങ്ങളിൽ തന്നെ അത് പറയുന്നത്. പിന്നെ ഇഷ്ടമുള്ളതുപോലെ അത് ആ മണ്ണ് കൊണ്ട് മെനഞ്ഞെടുക്കുക എന്ന് പറയുന്ന ധാരണ അല്ലെങ്കിൽ ആ ഒരു ബോധ്യം ഇങ്ങനെ ഉടനീളം കിടക്കുന്നുണ്ട്. നമ്മൾ മണ്ണനാൽ മെനയപ്പെട്ടവരാണ്. സുഷിരങ്ങൾ, ഈ നവദ്വാരങ്ങളോട് കൂടിയ ദൈവത്തിൻ്റെ കയ്യിലെ മൺപാത്രമാണ് കുശവൻ്റെ അതാണ് വലിയ ഒരു കുശവൻ. അല്ല, നമ്മൾ അതാണ് ഈ ഒരു ഇതിൻ്റെ ശബ്ദം ദൈവമാണ് നമുക്ക് ശബ്ദം തന്നിരിക്കുന്നത്. അങ്ങനെ ഓരോന്നിനെയും കാണാൻ നമുക്ക് പറ്റുമെങ്കിൽ ജീവിതം, ഈ പ്രപഞ്ചം പറുദീസ തന്നെ ആയി മാറിയാണ്. പക്ഷെ അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സങ്കടവും.
ദൈവത്തോടൊപ്പം പ്രകൃതിയോടും ഇണങ്ങി ജീവിക്കുന്നത് ആത്മീയതയുടെ മഹോന്നതിയാണ്. അത്തരം ചില മാതൃകകൾ നാം കാണാതെ പോകരുത്. ആദിമസഭയിലെ സന്യാസ പാരമ്പര്യം നിലനിർത്തുന്ന ചില വൈദികർ നമുക്ക് സമീപത്തുണ്ട്. അവർ ജീവിക്കുന്ന ക്രൈസ്തവ പ്രതീകങ്ങളുമാണ്. വാഗമൺ കുരിശുമലയിലെ സിസ്റ്റേർഷ്യൻ പാരമ്പര്യത്തിലുള്ള ഈ ആശ്രമം അത്തരത്തിലൊന്നാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ സ്നേഹിച്ചു ജീവിക്കുന്ന ഈ സന്യാസ വൈദികർ സഭയുടെ പൊതുനാമ്പുകൾ തന്നെയാണ്. ഈ ആശ്രമത്തിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഫ്രാൻസിസ് ആചാര്യ ഈ ആശ്രമ ജീവിതത്തിൻ്റെ ദൗത്യമായിട്ട് ഉദ്ദേശിച്ചത് സുവിശേഷം ജീവിക്കുക എന്നുള്ളതാണ്. ഒത്തിരി ആൾക്കാർ സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ട്. അപ്പം പ്രസംഗിക്കുന്ന നല്ല കാര്യം തന്നെ, പക്ഷേ അതിലുപരിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ മാർപ്പാപ്പ ഈ ചാക്രിലേഖനം ഇറക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ മാർപ്പാപ്പ എന്തൊക്കെയാണോ നമ്മൾ പ്രകൃതിയുമായിട്ട് ബന്ധത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇടപെടേണ്ടത്, നമ്മൾ ക്രിസ്തീയ സാക്ഷ്യം എങ്ങനെയാണ് നൽകേണ്ടത്, ഇതിൻ്റെയൊക്കെ യഥാർത്ഥമായ ഉദ്ദേശം നേരത്തെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കുരിശുമല വാഗമൺ പ്രദേശത്ത് അച്ഛൻ ആശ്രമ ജീവിതം തുടങ്ങിയതും അതോടൊപ്പം പ്രകൃതിയും അതിനെ സംരക്ഷിച്ചുകൊണ്ടും ഉള്ള ഒരു പ്രത്യേകമായ രീതിയിലുള്ള ഒരു ആശ്രമ ജീവിതമാണ് അച്ഛനെ ഉദ്ദേശിച്ചിരുന്നത്. പ്രാർത്ഥനയോടൊപ്പം അധ്വാനവും സമർപ്പണമായി കരുതുന്ന ഈ വൈദികർ അന്നന്നത്തെ അപ്പത്തിനായി നെറ്റിയിലെ വിയർപ്പൊഴുക്കി മണ്ണിൽ പണിയെടുക്കുന്നു. ലളിതവും സമഗ്രവുമായ ഇവരുടെ ജീവിതം കവിത പോലെ സുന്ദരമാണ്. തീർത്തും സസ്യാഹാരികളായ ഈ സന്യാസ ശ്രേഷ്ഠന്മാരുടെ പ്രകൃതി ജീവന രീതികൾ സത്യധർമ്മങ്ങൾക്ക് എന്നും നിരക്കുന്നതാണ്. വാഗമൺ കുരിശുമല ആശ്രമത്തിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ജീവിതം, മനുഷ്യന് ആവശ്യം ജീവിക്കാൻ വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മാത്രം ജീവിക്കുക എന്നുള്ളൊരു ആദർശമാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആശ്രമ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മണ്ണിനോട് പ്രകൃതിയോട് ചേർന്നുള്ളൊരു ജീവിതം. കായിക അധ്വാനം ജീവിതത്തിൻ്റെ ഞങ്ങളുടെ 3 കാര്യത്തിൽ പ്രാർത്ഥന, ധ്യാനം, പഠനം, അതോടൊപ്പം തന്നെ അധ്വാനം, പ്രകൃതിയോട് ചേർന്നുള്ളൊരു അധ്വാനം, അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഫ്രാൻസിസ് ആചാര്യ തുടങ്ങിവെച്ച ഈ ആശ്രമത്തിൽ ഭാരതീയവും ക്രൈസ്തവികവുമായ സന്യാസ പാരമ്പര്യങ്ങളുടെ ഒരു സമന്വയം പ്രകടമാണ്. അതോടൊപ്പം പ്രകൃതി രമണീയവും. ഇപ്പോൾ പ്രകൃതിയോട് ചേർന്നിട്ടുള്ള അധ്വാനത്തിൽ എങ്ങനെയെങ്കിലും പ്രകൃതിയായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതല്ല, പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ, പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ, മണ്ണിര കമ്പോസ്റ്റ്, ഇവിടെ ജൈവ വളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ പച്ചക്കറി പരമാവധി കൃഷി ചെയ്തുകൊണ്ട്, അതൊന്നും വിഷമടിക്കാതെ പരമാവധി ജൈവ രീതിയിലുള്ള സംരക്ഷണത്തിലൂടെ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ചാണകം കൊണ്ടുള്ള ഗ്യാസ് ഉണ്ടാക്കിക്കൊണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ തന്നെ എല്ലാം കൃഷി ചെയ്യാവുന്ന പശുക്കളുടെ പാല്, എല്ലാം പരമാവധി ഭക്ഷണം ഞങ്ങൾ ഇവിടെ തന്നെ നാച്ചുറലോട് ചേർന്ന് ഉണ്ടാക്കുന്നു. അത് ഉണ്ടാക്കുന്നത് തന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മാത്രം ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത രീതിയാണ് ഞങ്ങളിവിടെ സ്വീകരിച്ചിരിക്കുന്നത്. സ്വന്തം അമ്മയെപ്പോലും കൊല്ലാൻ ശ്രമിക്കുന്ന മുതിർന്ന മക്കളെ പോലെയാണ് ഇന്ന് കർഷകർ. അമിത വളപ്രയോഗത്തിലൂടെയും വിഷം തളിക്കലിലൂടെയും അവർ അവരുടെ തന്നെ ശവക്കുഴികൾ തോണ്ടുകയാണ്. ഈശോയുടെ ഒരു ഉപമ ഇവിടെ ഓർമ്മയിലേക്ക് വരികയാണ്. അതായത് യജമാനൻ്റെ അടുത്ത് അവൻ്റെ ഭൃത്യമെന്ന് പറയുന്ന വിതച്ചിരിക്കുന്നത് നല്ല വിത്താണ്, പക്ഷേ കളകൾ ശത്രു വന്ന് വിതച്ചിട്ട് പോയി. അതുകൊണ്ട് കളകൾ പറിച്ച് മാറ്റട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ എല്ലാം കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന ഒരു കൃഷിക്കാരനായിട്ട് അവിടെ നിൽക്കുന്നത്. കളകളും വളരട്ടെ എന്ന് പറയുന്ന ഒരു സഹിഷ്ണുതയുടെ മനോഭാവം. അവസാനം വരെ ഒരു ചാൻസ് കൊടുക്കുന്നത് പോലെ എല്ലാം ഒന്നിച്ച് വളരുന്ന ഒരു ആവാസ വ്യവസ്ഥ ഉപമകളിൽ തലനീട്ടി വരുന്നുണ്ട്. അപ്പോൾ അതും വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാറ് പറഞ്ഞതുപോലെ ഈ മണ്ണിൻ്റെ നമ്മോടുള്ള ബന്ധം ഒരു തലത്തിൽ, അതായത് ഫലം ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതിൽ മാത്രമല്ല, നമ്മൾ ചവിട്ടി നടക്കുന്നതും നമ്മളെ ഏറ്റുവാങ്ങുന്നതും നമ്മളെ സൗഖ്യമാക്കുന്നതും നമ്മോടൊപ്പം ആദ്യം മുതൽ അവസാനം വരെ ജീവിതയാത്രയുടെ ഒരു തോഴിയായിട്ട് കൂടെ നിൽക്കുകയും അമ്മയായിട്ട് ആശ്വസിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് നമ്മളെ സൗഖ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന, അതിലുപരിയായിട്ട് ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെ അസ്തിത്വത്തിൽ തന്നെ ഈ മെനയലിൻ്റെ കഥ കിടക്കുമ്പം
വല്ലാണ്ട് അടുപ്പം തോന്നുന്ന ഒരു തലമായിട്ട് ഈ ഘടകം ഭൂമി പക്ഷേ മാറുകയാണ്. നമ്മൾ അതിനെ മറന്നു പോവുകയാണ്. അതാണ് ഏറ്റവും വലിയ പാപം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മാർപ്പാപ്പ പറഞ്ഞത് ഈ ഭൂമിയോട് പ്രകൃതിയോട് ചെയ്യുന്ന പാപം നിനക്കെതിരായിട്ട് തന്നെയുള്ള പാപമാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മുടെ പാപസങ്കല്പം തന്നെ അഴിച്ചു പണിയേണ്ടതാണ്. കാരണം നമ്മുടെ പാപം ഏറ്റവും ബേസിക് പാപം എന്ന് പറയുന്ന അടിസ്ഥാന പാപം എന്ന് പറയുന്നത് മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന മണ്ണിനോട് കാണിക്കുന്ന ക്രൂരതകൾ. നമ്മളിതിനകത്ത് ചേർക്കുന്ന വിഷങ്ങളൊക്കെ എത്രയോ കാലങ്ങളാണ് ഈ മണ്ണിൽ കിടക്കുക. അത് കഴിഞ്ഞിട്ട് തലമുറകളിൽ കൂടി ഇങ്ങനെ ഈ വിഷങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിലല്ല അതൊന്നും വരുന്നത്. അതൊക്കെ ഈ ഒരു താൽക്കാലികമായിട്ടുള്ള ലാഭം എന്നുള്ള ആ ഒരു തലത്തിലാണ്. ഇന്നതാണല്ലോ പ്രധാനം. പിതാക്കന്മാരുടെ പാവങ്ങൾക്ക് മക്കൾ സഹിക്കേണ്ടി വരുമെന്നൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 18-ാമത്തെ ചർച്ചയുണ്ട്. 4 തലമുറകൾ വരെ അങ്ങനെ തലമുറകൾ കണക്ക് പറഞ്ഞു. പക്ഷേ ഈ ഭൂമിയോടുള്ള പാവം അക്ഷരാർത്ഥത്തിൽ മക്കൾ സഹിക്കുക, മക്കളും സഹിക്കുകയാണ്. നമ്മളും നമ്മുടെ ചുറ്റുപാടും ചേരുന്നതാണ് പ്രകൃതി എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ചിന്ത മനുഷ്യനും പ്രകൃതിയും രണ്ടാണ് എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടി പ്രകൃതിയെ എങ്ങനെയും ഉപയോഗിക്കാം, എൻ്റെ ഭൗതിക സുസ്ഥിതിക്ക് വേണ്ടി എത്രമാത്രം വേണമെങ്കിലും പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാം എന്നുള്ള ഒരു ഉപഭോഗ സംസ്കാരത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രകൃതിക്ക് വലിയ ഒരു ആഘാതം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ഒരു കൈ ഇല്ലെങ്കിൽ ഞാൻ വികലാംഗനായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രകൃതിക്ക് ദോഷമുണ്ടാകുമ്പോൾ പ്രകൃതി വികലാംഗയാകുകയാണ്. ഈ വികലാംഗത്വം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഇന്ന് നാം മനസ്സിലാക്കുകയും അതിന് കാരണമാകുന്ന എല്ലാറ്റിനെയും തിരസ്കരിച്ച് പുതിയ ഒരു മനോഭാവത്തിലേക്ക് വരികയും ചെയ്യേണ്ടത് ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യമായിട്ടാണ് സഭയും മറ്റ് ശാസ്ത്രങ്ങളും എല്ലാം മനുഷ്യ കുലത്തെ ഉദ്ബോധിപ്പിക്കുന്നത്. വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നത് ഒരു സദ്വാർത്തയോടു കൂടിയാണ്. എന്താണത്? അത് ദൈവം മനുഷ്യന് വേണ്ടി മനോഹരമായ ഒരു ഭൂമി ഒരുക്കുന്നതിൻ്റെ വിവരണമാണ്. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം മനോഹരമായ ഒരു പ്രകൃതി അവനു വേണ്ടി ഒരുക്കി വെച്ചു. 6-ാം ദിവസം ഈ ഭൂമിയുടെ ആധിപത്യം മനുഷ്യന് നൽകുന്ന ഒരു ദൈവം. ഈ അടുത്ത കാലത്ത് ഒരു കവിത വായിക്കുകയുണ്ടായി. സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവിയുടേതാണ്. ആ കവിതയുടെ പേര് 6-ാം ദിവസം എന്നാണ്. 6-ാം ദിവസമാണ് ദൈവത്തിന് കയ്യബദ്ധം പിണഞ്ഞത്. വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗത്തെ സൃഷ്ടിച്ച ആ ദിവസം. ഏതാണ് മൃഗമെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് കവി പറയുന്ന കാര്യങ്ങൾ പ്രസക്തമാണ്. അന്നു മുതൽ പുഴകൾ കടക്കേണ്ടവയും മലകൾ കയറേണ്ടവയുമായി. അന്നു മുതൽ നിഷ്കളങ്കമായ മാനും മുയലും വേട്ടയാടപ്പെടേണ്ടവയായി. അന്നു മുതൽ സുന്ദരങ്ങളായ സിംഹവും കടുവയും ഹിംസ്ര മൃഗങ്ങളായി. തീ അടുക്കളയുടെ തടവറയിലായി. ഇരുമ്പിനും വെള്ളിക്കും ഉരുകി ഉരുകി വാളും കുന്തവുമാകേണ്ടി വന്നു. എല്ലാറ്റിലും വിഷം നിറഞ്ഞു. ഭൂമി, ജലം, വായു, ശബ്ദം എന്തും നാണയം കൊണ്ട് അളക്കാമെന്നായി. പിന്നീട് 7-ാം ദിവസം ദൈവത്തിന് വിശ്രമിക്കാനായില്ല. ഇതാണ് ഈ കാലഘട്ടത്തിൽ മനോഹരമായ പ്രകൃതി മനുഷ്യൻ ഉപയോഗിച്ചതിലൂടെ വന്ന ഭവിഷ്യത്ത്. എല്ലാറ്റിലും വിഷം നിറഞ്ഞ അവസ്ഥയാണ്. ലോകം ഇന്നെത്തിപ്പെട്ടിരിക്കുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ മേന്മയെ കരുതി, അതിൻ്റെ മേന്മയെന്ന് കരുതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില അപകടങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യൻ മാത്രമല്ല സർവ്വജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവസ്ഥ നിലനിർത്തണമെന്നുള്ളത് കൊണ്ട് നമ്മുടെ
ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ അവർകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന പരിസ്ഥിതി സംരക്ഷണത്തെ നമ്മൾ എന്തുകൊണ്ടും ലോകത്തെ ഇന്നിൻ്റെ ആവശ്യമായി കാണേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലടക്കം ലോകമെമ്പാടും വായുവും ജലവും ഭക്ഷണ സാമഗ്രികളുമൊക്കെ വിഷമയമായി തീർത്ത ആധുനിക സാങ്കേതിക വിദ്യകളാൽ നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവൻ്റെ നിലനിൽപ്പിനു വേണ്ടി, ഈ പ്രകൃതി ജീവൻ്റെ നിലനിൽപ്പിനു വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സംവിധാനങ്ങളെ മുഴുവൻ നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് ഇന്ന് ലോകത്ത് പരിസ്ഥിതി രംഗത്തും പ്രകൃതി സംരക്ഷണ രംഗത്തുമൊക്കെ ഉയർന്നു കാണുന്നത്. കേഴുന്ന ഭൂമിയുടെ വിലാപം കേൾക്കാൻ നമുക്ക് കാതുകളില്ല. കമ്പോള സംസ്കാരം നമ്മുടെ നന്മകളെയെല്ലാം ചോർത്തിക്കളഞ്ഞു. എന്നാൽ ദൈവം കേഴുകയാണ് തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഓർത്ത്. മരമായിരുന്നു ഞാൻ പണ്ട് ഒരു മഹാനദിക്കരയിൽ, നദിയുടെ പേര് ഞാൻ മറന്നുപോ. നൈലോ, യൂഫ്രട്ടീസോ, യാങ്സിയോ, യമുനയോ, നദികൾക്കെന്നെക്കാളും ഓർമ്മ കാണണം. അവർ കടലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ, നിലത്തെഴുതാൻ പഠിച്ചവർ, പറയാൻ പഠിച്ചവർ.